നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ തകർപ്പൻ ജയമായിരുന്നു ഇന്ത്യ നേടിയെടുത്തത്. എന്നാൽ ഇതിന്റെ പലിശ തീർത്ത പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസീസ് തിരിച്ച് മറുപടി വീട്ടുകയായിരുന്നു. ഇന്ത്യയെ 10 വിക്കറ്റിനാണ് ആതിഥേയർ നാണം കെടുത്തി വിട്ടത്. ഇതോടെ ശേഷിക്കുന്ന 3 മത്സരങ്ങളും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നത് ഈ മത്സരങ്ങളിലെ ഫലം തന്നെയാകും. നിലവിലെ ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പേസ് നിരയുടെ കരുത്ത് കുറവാണ് എന്നതാണ്. ജസ്പ്രീത് ബുംറ തകർത്ത് പന്തെറിയുമ്പോൾ മികച്ച പിന്തുണ നൽകാൻ ഒപ്പമുള്ളവർക്ക് സാധിക്കുന്നില്ല. മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും തുടക്കത്തിലെ ഇമ്പാക്ട് സൃഷ്ടിക്കാനാകാതെ പ്രയാസപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് മികച്ചൊരു പേസറെ അത്യാവശ്യമാണ്. ഇതിന് ഏറ്റവും അനുയോജ്യൻ സീനിയർ താരമായ മുഹമ്മദ് ഷമിയാണ്. പരിക്കിനെ തുടർന്ന് ഏറെ നാളുകളായി ടീമിന് പുറത്തായിരുന്ന ഷമി ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്താൻ ഷമിക്ക് സാധിക്കുന്നുണ്ട്. ബംഗാളിനെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്വാർട്ടറിൽ എത്തിച്ചത് ഷമിയുടെ പ്രകടനമാണ്. എന്നാൽ ഷമി ഇന്ത്യൻ ടീമിലേക്ക് എത്താത്തതിന് കാരണം നായകൻ രോഹിത് ശർമ്മയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് പ്രശ്നമാണെന്നും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകണമോ എന്ന് നിരീക്ഷിക്കുകയാണെന്നുമാണ് നായകൻ രോഹിത് ശർമ്മ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ പേരിൽ രോഹിത്തും ഷമിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായതായാണ് വിവരങ്ങൾ വരുന്നത്. ഷമിയെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെത്തി രോഹിത് ശർമ്മ കണ്ടിരുന്നു. ഇവിടെ വച്ച് പരിക്കിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകളായി എത്തുന്നത്. എന്തായാലും ഷമിയെ ഇന്ത്യ ടീമിലേക്ക് എത്തിക്കാത്തതിന്റെ പ്രധാന കാരണം നായകൻ രോഹിത് ശർമ്മയാണ് എന്നാണ് പറയപ്പെടുന്നത്. രോഹിത്തിന് ഷമിയെ വിശ്വാസമില്ലാത്തത് താരത്തിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിന് അസാധ്യമാവുകയാണ്. ഷമിയെ പോലൊരു പേസറെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. യുവതാരങ്ങൾക്ക് സാധിക്കാത്ത കാര്യം ഷമിക്ക് സാധിക്കും. ഷമി ബംഗാളിനായി തിളങ്ങിയിട്ടും രോഹിത് ഷമിയിൽ സംതൃപ്തനല്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം. നിലവിലെ സാഹചര്യത്തിൽ മുഹമ്മദ് ഷമി വരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഷമിയെ പോലൊരു പേസറെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അത്യാവശ്യമായി വേണ്ടത്. ടീമിലെ മറ്റ് ബോളർമാർക്കൊന്നും ഈ ഒരു കഴിവില്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓസ്ട്രേലിയയിൽ കളിച്ച അനുഭവ സമ്പത്തുള്ള ഒരു താരം കൂടിയാണ് മുഹമ്മദ് ഷമി. മികച്ച റെക്കോർഡുകളും അവകാശപ്പെടാനുണ്ട്. ബംഗാളിനായി മികച്ച ഫോമിൽ കളിക്കുന്ന താരത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഫിറ്റ്നസ് ഇല്ല എന്ന് പറയാനും സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഷമിയെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഷമി വന്നാൽ പേസ് പിച്ചുകളിൽ കസറും അതുപോലെ തന്നെ ഓസീസ് ബാറ്റിംഗ് നിരയ്ക്ക് ഷമി വലിയ തലവേദനയാകുമെന്ന കാര്യവും നിസ്സംശയം പറയാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഷമിയെ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിടവ് നികർത്താൻ ഷമി എത്തിയേ തീരുമെന്നാണ് പറയപ്പെടുന്നത്. നായകൻ രോഹിത് ശർമ്മ വിട്ടുവീഴ്ച ചെയ്താൽ ഷമിക്ക് 3-ാം ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിക്കാൻ സാധിക്കുമെന്നും ഉറപ്പാണ്. ഏത് വിധേനയും ശേഷിക്കുന്ന മത്സരങ്ങൾ ജയിക്കേണ്ടത് രോഹിത് ശർമ്മയുടെ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം രോഹിത്തിനിട്ട് പണി കിട്ടാനാണ് സാധ്യത കൂടുതൽ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് 4ാം ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മോശം ഫോമും രോഹിത്തിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് രോഹിത് ഷമിയെ തിരികെ കൊണ്ടുവന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നതാണ് അദ്ദേഹത്തിനും ഗുണം ചെയ്യുക. എന്തായാലും ഇന്ത്യയുടെയും രോഹിത്തിൻ്റെയും നീക്കം എങ്ങനെയാകുമെന്നും കണ്ടറിയാം. അവരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് 3-ാം ടെസ്റ്റ് മത്സരം ഓസ്ട്രേലിയക്കെതിരെ.